മണപ്പുറം സമീക്ഷയുടെ നേതൃത്വത്തിൽ കാരമുക്കിൽ സംഘടിപ്പിച്ച ചെറുകഥ ക്യാമ്പിന്റെ സമാപന സമ്മേളനം MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിഗൂഢവും ആഴമേറിയതുമായ അർത്ഥങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്ത് എന്ന് പറയുന്നത് മാണ്ഡൂക്യ ഉപനിഷത്താണ്. അപ്പോൾ മാണ്ഡൂക്യ ഉപനിഷത്തിനെ കുറിച്ച് അനേകം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 100 പേജിലും 200 പേജിലും 500 പേജിലും ഒക്കെ. പക്ഷെ ആ മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ സത്തയെ ഒരു 10-12 ശ്ലോകങ്ങളിലായിട്ടൊരു മഹാഗുരു നിങ്ങളുടെ മുമ്പിൽ തന്നു. അതിനെയാണ് നമ്മൾ ദൈവദശകം എന്ന് പറഞ്ഞത്. അതിനേക്കാൾ മഹത്തായതോ അതിനേക്കാൾ വലിയതായിട്ടുള്ളതോ ആയ ഒരു വ്യാഖ്യാനവും ഇന്നേ വരെ മാണ്ഡൂക്യത്തിനെ കുറിച്ച് ഇറങ്ങിയിട്ടില്ല എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇതേ കാര്യം എൻ്റെ വേറൊരു ഗുരുതുല്യനായിട്ടുള്ളൊരു വ്യക്തിയോട്, താമറ്റൂർ ശിവശങ്കരൻ നായർ എന്ന് പറയും, അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ സമൂഹത്തിൻ്റെയും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഏറ്റവും വലിയ ദൗർഭാഗ്യങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ വിശ്വഗുരുവിൻ്റെ ആ വലിയ സിംഹാസനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചിറക്കി ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു കല്ലറയിൽ കൊണ്ടുവന്നതാണ് ഇന്ത്യ ചെയ്ത മഹാപാപം. മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് VN രണദേവ് അധ്യക്ഷത വഹിച്ചു. VR സുധീഷ്, VG തമ്പി, VK ദീപ, ഫ്രാൻസിസ് നെറോണ, സന്തോഷ് ചിക്കാനം, സത്യനന്ദിക്കാട് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്യാമ്പ് അംഗങ്ങളുമായി സംവദിച്ചു. സെക്രട്ടറി TS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, TR ഹാരി, PD ഷാജി, TV സുഗതൻ, ടോളി വിനീഷ്, ദൃശ്യ എന്നിവർ സംസാരിച്ചു.